ചെറിയ പൈസൻ്റെ വണ്ടി ആയാലും വീട്ടുമുറ്റത്തൊരു കാറുള്ളത് എപ്പോഴും നല്ലതാണ്. കാരണം എന്താ വെച്ചാൽ ഏതെങ്കിലും ഒരു പാതി രാത്രിയിൽ എന്തെങ്കിലും ഒരു എമർജൻസി ഹോസ്പിറ്റൽ കേസൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്തുള്ളവരെ വിളിക്കണം, ഓട്ടോക്കാരനെ വിളിക്കണം. നമുക്ക് ആ സമയത്ത് അതൊരു ബുദ്ധിമുട്ടായി തോന്നൂല, പക്ഷെ അവർക്കൊക്കെ അതൊരു ബുദ്ധിമുട്ടായി തോന്നും. പുത്തൻ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചില്ലറ പൈസയ്ക്ക് വണ്ടികൾ കിട്ടുന്ന ഒരു ഷോറൂമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ചെറിയ പൈസയ്ക്ക് വണ്ടി നോക്കി നടക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി വണ്ടികളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. മാക്സിമം 2 ലക്ഷത്തിന് താഴത്ത് ഒരുപാട് വണ്ടികളുണ്ട്. ഞാൻ ഇന്നുള്ളത് കുളപ്പുറം ഖൈഫ യൂസർ കാർ ഷോറൂമിലാണ്. മലപ്പുറം ഡിസ്ട്രിക്റ്റ് ആണ്. നിങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന എല്ലാ ജനപ്രിയ വണ്ടികളും ഇവിടെ അവൈലബിൾ ആണ്. സ്വിഫ്റ്റ് കാർ, ഡിസൈർ, ഇറ്റിയോസ്, ഇറ്റിയോസ് ലിവ, ഡസ്റ്റർ, ടെറാനോ, അതേപോലെ തന്നെ കിഡ്, ഈക്കോ, ആൾട്ടോ 800, ആൾട്ടോ കാർ 2 പീസ് ഉണ്ട്, നാനോ കാർ 2 പീസ് ഉണ്ട് എന്നിങ്ങനെ 10-25ഓളം വണ്ടികൾ സ്റ്റോക്കുള്ള ഒരു ഷോറൂമാണ്. മാക്സിമം 70,000 രൂപ മുതലാണ് ഇവിടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. ചെറിയ സമയം കൊണ്ടാണ് ഈ വണ്ടികളൊക്കെ നിങ്ങളെ കാണിച്ചു തരുന്നത്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇവിടെ കാണിക്കുന്ന ഏതെങ്കിലും വണ്ടികൾ നിങ്ങൾക്ക് എടുക്കാനോ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ ലൊക്കേഷനൊക്കെ അറിയാൻ വീഡിയോയുടെ അടിയിൽ 3 മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ വണ്ടികളായിട്ട് പരിചയപ്പെടാം. നേരെ വണ്ടിയിലേക്ക് പോകാം. ഇവിടെ നമുക്ക് ആദ്യമായിട്ട് ഒരു വാഗനറിൽ തുടങ്ങാം. ഇത് മോഡൽ വരുന്നത് 2013 ആണ്. ഓപ്ഷൻ വരുന്നത് VXi ആണ്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. ഏകദേശം ഈ വണ്ടി 80,000 കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട്. മേജർ ആക്സിഡന്റ്, തട്ടുമുട്ട്, റീപ്ലേസ് ഒന്നുമില്ല കേട്ടോ. നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. യാതൊരു കംപ്ലൈന്റ്, ഫോൾട്ട് കാര്യങ്ങൾ ഒന്നുമില്ല. മെക്കാനിക്ക് പരമായിട്ട് ഒന്നും ചെയ്യാനില്ല. എണ്ണടിച്ച ഓടാം. ഉള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നല്ല ക്വാളിറ്റി സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 4 കട്ടകളുടെ ടയർ ഉണ്ട്. ഈ വണ്ടിക്ക് ആസ്ക് ചെയ്യുന്ന പ്രൈസ് 2,85,000 രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. മാക്സിമം വില പൊട്ടിച്ചേരും കേട്ടോ. നിങ്ങൾ ഇവിടെ വന്ന് ഇരുന്ന് സംസാരിക്കുകയാണെങ്കിൽ മാക്സിമം പൊട്ടിച്ചേരും. ആൾട്ടോ 800 പരിചയപ്പെടാം. 2020 മോഡൽ 21 റൈസൻ ആയിട്ടുള്ള നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. ഈ വണ്ടി ഏകദേശം 70,000 കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട്. കറക്റ്റ് കമ്പനി സർവീസ് ഒക്കെ ഉള്ള വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി നിൽക്കുന്നത്. മേജർ ആക്സിഡന്റ്, തട്ടുമുട്ട്, പരിക്ക്, റീപ്ലേസ് ഒന്നുമില്ല കേട്ടോ. ഒരു സാധനം മാറിയിട്ടില്ല. പക്ക ജെന്യുവിൻ വണ്ടിയാണ്. ഉള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. ഈ വണ്ടിക്ക് ചോദിക്കുന്ന വില 3,25,000 ആണ്. വില നെഗോഷ്യബിൾ ആണ്. മാക്സിമം 10-30-40,000 രൂപയൊക്കെ ഉണ്ടെങ്കിൽ ഈ വണ്ടി ലോൺ ഇറക്കാൻ പറ്റും കേട്ടോ. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോളൂ കേട്ടോ. നല്ലൊരു അടിപൊളി മാരുതിയുടെ ഈക്കോ 5 സീറ്റർ AC വണ്ടി പരിചയപ്പെടാം. എയർ ബാഗ്, ABS ഒക്കെ വരുന്ന വണ്ടിയാണ്. 2019 മോഡലാണ്. 20 റൈസൻ ഉണ്ട് കേട്ടോ. ഈ വണ്ടിക്ക് ഒരു നയാ പൈസ വേണ്ട. ഫുള്ള് ലോണിൽ ഇറക്കാൻ പറ്റും. ഏകദേശം ഈ വണ്ടി 70,000 കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. മേജർ ആക്സിഡന്റ്, തട്ടുമുട്ട്, പരിക്ക്, റീപ്ലേസ് ഒരു സാധനം മാറിയിട്ടില്ല. അത്രയ്ക്കും പക്ക ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. 100% വിശ്വാസത്തിൽ കണ്ണടിച്ചെടുക്കാൻ പറ്റിയ നല്ലൊരു ഹൈ ക്വാളിറ്റി വണ്ടി. ഈ വണ്ടിക്ക് ചോദിക്കുന്ന വില 3,60,000 രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോളൂ കേട്ടോ. ഇവിടെ ഒരു നല്ലൊരു അടിപൊളി ഓംനി വാൻ പരിചയപ്പെടാം. 2011 മോഡലാണ്. ഏകദേശം ഈ വണ്ടി 90,000 കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട്. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി നിൽക്കുന്നത്. മേജർ തട്ടുമുട്ട്, പരിക്ക്, റീപ്ലേസ് കാര്യങ്ങൾ, ഫോൾട്ട് ഒന്നുമില്ല കേട്ടോ. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ഉള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുണ്ട്. കാണാൻ തന്നെ ഒരു ലുക്കുള്ള വണ്ടിയാണ്. ഇതിന് ആസ്ക് ചെയ്യുന്നത് 1,60,000 ചോദിക്കുന്നുണ്ട്. വില നെഗോഷ്യബിൾ ആണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോളൂ കേട്ടോ. ഇറ്റിയോസ് ലിവ ഡീസൽ വണ്ടി പരിചയപ്പെടാം. 2014 മോഡലാണ്. ഓപ്ഷൻ വരുന്നത് GD ആണ് കേട്ടോ. ഇതൊരു റൈസൻ ആയിട്ടുള്ള വണ്ടിയാണ്. മാക്സിമം കിലോമീറ്ററിൽ ഒന്നും ചില്ലറ ഓടിയിട്ട് കാണിക്കുന്നുണ്ട്. ജെന്യുവിനാണ് പറയാൻ കഴിയില്ല. മേജർ ആക്സിഡന്റ്, തട്ടുമുട്ട്, പരിക്കൊന്നുമില്ല. വണ്ടി ക്വാളിറ്റി ആണ്. എവിടെ കൊണ്ടുപോയി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഇതിന് ആസ്ക് ചെയ്യുന്ന പ്രൈസ് 3,65,000 രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോളൂ കേട്ടോ. നിങ്ങളിവിടെ ചെക്ക് ചെയ്ത് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് വില കട്ട് ചെയ്ത് കുറച്ച് തരും. നല്ലൊരു ഹൈ ക്വാളിറ്റി ആൾട്ടോ കാർ നോക്കാം. 2011 മോഡൽ 12 റൈസൻ ആയിട്ടുള്ള വണ്ടിയാണ്. ഓപ്ഷൻ വരുന്നത് LXi ആണ്. AC പവർ സ്റ്റിയറിംഗ് ഒക്കെ ഉള്ള വണ്ടിയാണ്. ഈ വണ്ടി ഏകദേശം 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പുള്ള വണ്ടിയാണ് കേട്ടോ. പഴയ വണ്ടിയാണെങ്കിലും ഒരേ ഒരു ഓണറാണ്. ഓണർ മാറിയിട്ടില്ല. നല്ല ക്വാളിറ്റി വണ്ടിയാണ് കേട്ടോ. ഈ വണ്ടിക്ക്
ആസ്ക് ചെയ്യുന്ന പ്രൈസ് 1,30,000 രൂപയാണ്. വില ചെറുതായിട്ട് മാറ്റങ്ങളൊക്കെ വെച്ച് തരും. ഫിക്സ് റേറ്റ് ഒന്നുമില്ല. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോളൂ കേട്ടോ. നല്ല വൃത്തിയുള്ള ഒരു റെനോൾട്ടിന്റെ കിഡ് പരിചയപ്പെടാം. 2015 മാനുവൽ വണ്ടിയാണ്. ഏകദേശം ഈ വണ്ടി 60,000 കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട്. മേജർ തട്ടുമുട്ട് വരക്കൊന്നുമില്ല. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ഉള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് കേട്ടോ. നല്ല കാണാൻ തന്നെ ഒരു ലുക്ക് ഉണ്ട് വണ്ടിക്ക്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി നിൽക്കുന്നത്. ഇതിന് ചോദിക്കുന്ന വില 2 ലക്ഷം രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. ചെറിയ ബഡ്ജറ്റിൽ മൈലേജ് കൂടുതൽ കിട്ടുന്ന വണ്ടി നോക്കുന്നവർക്കായി നല്ലൊരു അടിപൊളി വണ്ടി പരിചയപ്പെടാം. ഫിയറ്റിന്റെ ലിനിയ 2013 മോഡൽ ഡീസൽ വണ്ടിയാണ്. ഏകദേശം 1,20,000 കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട്. 20 മൈലേജ് കിട്ടും കേട്ടോ ഇതില്. വണ്ടി നല്ല ക്വാളിറ്റി വണ്ടിയാണ്. മേജർ തട്ടുമുട്ട് വരക്കൊന്നുമില്ല. മെക്കാനിക് പരമായിട്ട് യാതൊന്നും ചെയ്യാനൊന്നുമില്ല. നിലവിൽ നല്ല കണ്ടീഷൻ കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. നിങ്ങൾ വന്ന് എവിടെ കൊണ്ട് ചെക്ക് ചെയ്തോളൂ കേട്ടോ. ഇതിന് ചോദിക്കുന്ന വില 1,60,000 രൂപയാണ്. വില ചെറുതായിട്ട് മാറ്റങ്ങളൊക്കെ വരുത്തി തരും. ഫിക്സ് റേറ്റ് ഒന്നുമില്ല. നാനോ കാർ പരിചയപ്പെടാം. 2015 മോഡലാണ്. AC പവർ സ്റ്റിയറിംഗ് ഒക്കെ ഉള്ള വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി നിൽക്കുന്നത്. ഈ വണ്ടി ഏകദേശം 60,000 കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട്. മേജർ തട്ടുമുട്ട് പരിക്കൊന്നുമില്ല കേട്ടോ. വണ്ടി നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ഇതിന് ചോദിക്കുന്ന വില 95,000 രൂപയാണ്. വില ചെറുതായിട്ട് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തി തരും. ഫിക്സ് റേറ്റ് ഒന്നല്ല. ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോളൂ കേട്ടോ. ആൾട്ടോ കാർ നോക്കാം. ചെറിയ പൈസക്ക് വണ്ടി നോക്കുന്നവർക്ക് കൊണ്ടു നടക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ്. 2007 മോഡലാണ് വരുന്നത്. ഇതിന്റെ പേപ്പർ കാര്യങ്ങളൊക്കെ 2027 വരെ ഉണ്ട്. മേജർ തട്ടുമുട്ട് വരക്കൊന്നുമില്ല. വണ്ടി മെക്കാനിക് പരമായിട്ട് യാതൊന്നും ചെയ്യാനൊന്നുമില്ല. നിലവിൽ നല്ല കണ്ടീഷൻ കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. ഈ വണ്ടി ഏകദേശം 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇതിന് ചോദിക്കുന്ന വില 70,000 രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോളൂ കേട്ടോ. ഇവിടെ ഒരു നാനോ ഓട്ടോമാറ്റിക് വണ്ടി പരിചയപ്പെടാം. 2016 മോഡൽ 17 റൈസൺ ആയിട്ടുള്ള വണ്ടിയാണ്. ഏകദേശം ഈ വണ്ടി 40,000 കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട്. മേജർ തട്ടുമുട്ട് വരക്കൊന്നുമില്ല. മെക്കാനിക് പരമായിട്ട് യാതൊന്നും ചെയ്യാനൊന്നുമില്ല കേട്ടോ. നിലവിൽ നല്ല കണ്ടീഷനുള്ള വണ്ടിയാണ്. ഇതിന് ചോദിക്കുന്ന വില 1,60,000 രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോളൂ കേട്ടോ. വോക്സ് വാഗന്റെ പോളോ ഡീസൽ വണ്ടി പരിചയപ്പെടാം. 2014 മോഡൽ 15 റൈസൺ ആയിട്ടുള്ള വണ്ടിയാണ്. ഓപ്ഷൻ വരുന്നത് കംഫർട്ട് ലൈൻ ആണ്. ഏകദേശം ഈ വണ്ടി 1 ലക്ഷം കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട്. മെക്കാനിക് പരമായിട്ട് യാതൊന്നും ചെയ്യാനൊന്നുമില്ല കേട്ടോ. നല്ല കണ്ടീഷൻ വണ്ടിയാണ്. എണ്ണടിച്ച ഓടാം. ഈ വണ്ടിക്ക് ആസ്ക് ചെയ്യുന്നത് 3,50,000 രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോളൂ കേട്ടോ. ഇവിടെ ഒരു സ്വിഫ്റ്റ് ഡിസയർ പെട്രോൾ വണ്ടി പരിചയപ്പെടാം. മോഡൽ വരുന്നത് 2011 ആണ്. ഓപ്ഷൻ വരുന്നത് VXI ആണ് കേട്ടോ. വണ്ടി ഏകദേശം 90,000 കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി നിൽക്കുന്നത്. ഒരേ ഒരു ഓണറാണ് കേട്ടോ. വണ്ടി പഴയതാണെങ്കിലും ഓണർ മാറിയിട്ടില്ല. നല്ല ക്വാളിറ്റി വണ്ടിയാണ് കേട്ടോ. ഏതൊരാൾക്കും വിശ്വസിച്ചെടുക്കാൻ പറ്റിയ നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ഇതിന് ആസ്ക് ചെയ്യുന്ന പ്രൈസ് 1,85,000 രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. മാക്സിമം വില പൊട്ടിച്ചേരും. ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോളൂ. ഇവിടെ ഒരു വണ്ടി നമുക്ക് നോക്കാം. ഡിസയർ ആണ്. ഡീസൽ വണ്ടിയാണ്. 2012 മോഡലാണ് വരുന്നത്. ഓപ്ഷൻ വരുന്നത് LDA ആണ് കേട്ടോ. ഏകദേശം ഈ വണ്ടി മീറ്ററിൽ കാണിക്കുന്നത് 1,20,000 കിലോമീറ്റർ ആണ്. മേജർ ആക്സിഡന്റ് തട്ടുമുട്ട് വരക്കൊന്നുമില്ല. വണ്ടി നല്ല ക്വാളിറ്റിയാണ്. മെക്കാനിക് പരമായിട്ട് യാതൊന്നും ചെയ്യാനൊന്നുമില്ല. നിലവിൽ കണ്ടീഷൻ കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. ഈ വണ്ടിക്ക് ചോദിക്കുന്ന വില 1,85,000 ചോദിക്കുന്നുണ്ട്. ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ആണ് വണ്ടി. ടൊയോറ്റന്റെ ഇറ്റിയോസ് പെട്രോൾ വണ്ടി പരിചയപ്പെടാം. പെട്രോൾ വണ്ടി മാർക്കറ്റിൽ ഒരു കിട്ടാത്തൊരു പീസാണ്. ഇത് മോഡൽ വരുന്നത് 2011 ആണ്. ഓപ്ഷൻ വരുന്നത് V ആണ്. ഏകദേശം 80,000 കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി നിൽക്കുന്നത്. വണ്ടി നല്ല കണ്ടീഷനുള്ള വണ്ടിയാണ്. മെക്കാനിക് പരമായിട്ട് യാതൊന്നും ചെയ്യാനൊന്നുമില്ല. എണ്ണടിച്ചാ ഓടാം. നല്ല ക്വാളിറ്റി വണ്ടി തന്നെയാണ്. ഇതിന് ചോദിക്കുന്ന വില 2,60,000 രൂപയാണ്. വില മാറ്റങ്ങളൊക്കെ വെച്ച് തരും കേട്ടോ. ഫിക്സ് റേറ്റ് ഒന്നുമല്ല. ഇവിടെ ഒരു ഊണ്ടായിന്റെ i10 പരിചയപ്പെടാം. പെട്രോൾ വണ്ടിയാണ്. 2009 മോഡലാണ്. പുതിയ പേപ്പർ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഏകദേശം ഈ വണ്ടി 80,000 കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട്.
വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. വണ്ടി കണ്ടീഷൻ വണ്ടിയാണ്, മെക്കാനിക് പരമായിട്ട് യാതൊന്നും ചെയ്യാനൊന്നുമില്ല, എണ്ണടിച്ച ഓടാം. ഇതിന് ചോദിക്കുന്ന വില 1,25,000 രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോളൂ കേട്ടോ. ജനപ്രിയ വണ്ടിയായ മാരുതിയുടെ സ്വിഫ്റ്റ് ഡീസൽ വണ്ടി പരിചയപ്പെടാം. 2016 മോഡലാണ്. ഓപ്ഷൻ വരുന്നത് VDI ആണ്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് കേട്ടോ. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ഉള്ളു പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ നല്ല കാണാൻ തന്നെ ഒരു ലുക്കുള്ള വണ്ടിയാണ്. ഏകദേശം ഈ വണ്ടി 80,000 കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട്. മേജർ തട്ടുമുട്ട് പരിക്കൊന്നുമില്ല. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ഇതിന് ആസ്ക് ചെയ്യുന്ന പ്രൈസ് 4,75 ആണ്. മാക്സിമം 10-50 ഉറുപ്പ്യൊക്കെ ഉണ്ടെങ്കിൽ ലോൺ ഇറക്കാം. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോളൂ കേട്ടോ. ഒരു നയാ പൈസ ഇല്ലാതെ ലോൺ ഇട്ട് ഇറക്കാൻ പറ്റിയ നല്ലൊരു ഹൈ ക്വാളിറ്റി ഡസ്റ്റർ പരിചയപ്പെടാം. 2013 മോഡലാണ് വരുന്നത്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് കേട്ടോ. ഓൺ 10 ആണ് വരുന്നത്. ഏകദേശം ഈ വണ്ടി 1,20,000 കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി നിൽക്കുന്നത്. മേജർ ആക്സിഡന്റ്, തട്ടുമുട്ട് പരിക്കൊന്നുമില്ല. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ഉള്ളും പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുണ്ട്. ഇതിന് ചോദിക്കുന്ന വില 3,50 ആണ്. വില മാറ്റങ്ങളൊക്കെ വെച്ച് തരും കേട്ടോ. ഫിക്സ് റേറ്റ് ഒന്നുമല്ല. ഇവിടെ എല്ലാ വണ്ടികളും വില കുറച്ച് തരും. ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കല്ലോ കേട്ടോ. പുതിയ ഷേപ്പിൽ ഇറങ്ങിയിട്ടുള്ള ഒരു വാഗനർ ഓട്ടോമാറ്റിക് വണ്ടി പരിചയപ്പെടാം. ഇത് മോഡൽ വരുന്നത് 2019 ആണ്. 20 റൈസൻ ഉണ്ട്. ഓപ്ഷൻ വരുന്നത് VXI ആണ് കേട്ടോ. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. 1.2 ആണ് CC വരുന്നത്. ഏകദേശം 55,000 കിലോമീറ്റർ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി നിൽക്കുന്നത്. മേജർ തട്ടുമുട്ട് പരിക്കൊന്നുമില്ല. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ഇതിന് ആസ്ക് ചെയ്യുന്ന പ്രൈസ് 4,90 ആണ്. മാക്സിമം ഫുൾ ലോൺ കയറും കേട്ടോ. ഇതിന് ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോളൂ. ഫോർഡ് എക്കോസ്പോർട്ട് ഡീസൽ വണ്ടി 2016 മോഡലാണ് വരുന്നത്. ഓപ്ഷൻ വരുന്നത് ടൈറ്റാനിയം പ്ലസ്. ബട്ടൺ സ്റ്റാർട്ട് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. ഉള്ളിൽ നല്ല ക്വാളിറ്റി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 4 കട്ടകളുടെ ടയർ ഉണ്ട്. ഉള്ളും പുറത്തൊക്കെ നോക്കണമെങ്കിൽ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് കേട്ടോ. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ഏകദേശം 1,00,000 കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട്. ഈ ഡീസൽ ആകുമ്പോൾ അത്യാവശ്യം കൂടുതൽ മൈലേജ് ഒക്കെ കിട്ടും കേട്ടോ. മൈലേജ് കൂടുതൽ കിട്ടുന്ന വണ്ടികളൊക്കെ നോക്കുന്നവരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോളൂ. ഈ വണ്ടിക്ക് ചോദിക്കുന്ന വില 5,25,000 രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. വില പൊട്ടിച്ചേരും മാക്സിമം. നിങ്ങൾ ഇവിടെ വന്ന് ഇരുന്ന് സംസാരിക്കുകയാണെങ്കിൽ മാക്സിമം ചെയ്തു കേട്ടോ. ഇവിടെ ഒരു നിസാൻ ടെറാനോ പരിചയപ്പെടാം. 2015 മോഡലാണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് കേട്ടോ. 85 ആണ് വരുന്നത്. ഈ വണ്ടി ഏകദേശം 1,00,000 കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി നിൽക്കുന്നത്. 4 കടും പുത്തൻ ടയർ കയറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ മേജർ തട്ടുമുട്ട് പരിക്കൊന്നുമില്ല കേട്ടോ. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ഉൾപ്പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുണ്ട്. ഈ വണ്ടിക്ക് ചോദിക്കുന്ന വില 5,00,000 രൂപയാണ്. വില കട്ടിയായിട്ട് കുറച്ച് തരും കേട്ടോ. വില മാറ്റങ്ങളൊക്കെ വെച്ചിട്ടും ഫിക്സ് റേറ്റ് അല്ല. ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോളൂ കേട്ടോ. ചെറിയ പൈസക്ക് മൈലേജ് കൂടുതൽ കിട്ടുന്ന വണ്ടികൾ നോക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി വണ്ടിയാണ്. ഒരു സെഡാൻ വണ്ടിയാണ്. ഹ്യുണ്ടായിന്റെ വെർണ ഡീസലാണ്. ഫുൾ ഓപ്ഷൻ ആണ്. ഈ വണ്ടി ഏകദേശം 1,20,000 കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട്. 2012 മോഡലാണ് വരുന്നത്. മേജർ ആക്സിഡന്റ്, തട്ടുമുട്ട് പരിക്കൊന്നുമില്ല. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. മെക്കാനിക് പരമായിട്ട് അതൊന്നും ചെയ്യാനൊന്നുമില്ല. എണ്ണടിച്ച ഓടാം. ഇതിന് ചോദിക്കുന്ന വില 2,70,000 രൂപയാണ്. ഇവിടെ ഒരു നിസാൻ ടെറാനോ പരിചയപ്പെടാം. 2015 മോഡലാണ്. 110 ആണ് വരുന്നത്. വണ്ടി ഹൈ ക്വാളിറ്റിയാണ്. മേജർ തട്ടുമുട്ട് പരിക്കൊന്നുമില്ല. ഉള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. ഏകദേശം 1,30,000 കിലോമീറ്റർ വരെ ഈ വണ്ടി ഓടിയിട്ടുണ്ട്. ഇതിന് ആസ്ക് ചെയ്യുന്ന പ്രൈസ് 4,75 ആണ്. വില കുറയും. ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കോളി.